ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര എങ്ങോട്ടെന്ന് അറിയണ്ടേ? തിരുമലൈ കോവിൽ, നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്ത കോവിലാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സത്യം പറയാലോ, നമ്മൾ ഫിലിമിൽ കാണും പോലെയല്ല കോവിൽ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒരു രക്ഷയും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുമലൈ കോവിൽ. ഭയങ്കര പ്രത്യേകതകൾ നിറഞ്ഞൊരു കോവിലും കൂടിയാണ് നമ്മുടെ തിരുമലൈ കോവിൽ. അപ്പം ഈ ഒരു യാത്ര ഫുള്ള് നമുക്ക് കോവിലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം അമ്പാടിക്ക് ഫ്രഷപ്പ് ആവാൻ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അമ്പാടിക്ക് പാലൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ആ ഒരു സ്ഥലത്തിരിക്കുകയാണ്. 6:45 അപ്പോൾ നമ്മൾ നെടുമങ്ങാട് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. നെടുമങ്ങാട് നിന്ന് തമിഴ്നാട് വരെ എൻ്റെ അമ്മ ഭയങ്കര ദൂരമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണിയായി കാണും. ഒരു 4 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് പുലർച്ചെ പോയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ എ സിക്കകത്തിരുന്ന് പോകുന്ന പോലെ ആയിരുന്നു. തമിഴ്നാട് എത്തിയതാണ് വെയിൽ തുടങ്ങിയത് കേട്ടോ. അതുവരെ ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മൾ അമ്പാടി ഉറങ്ങി. ഇത് നമ്മളെ തെന്മല ഡാമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം. നല്ല അടിപൊളി സ്ഥലമായിട്ടുണ്ട്. പിന്നെ തിരുവോണ ദിവസമായതുകൊണ്ട് കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് കണ്ടൊരു കടയിൽ ചാടി കയറി. അങ്ങനെ ബറോട്ടയാണ് കിട്ടിയത്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു റിവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് വരുമ്പോൾ ഇവിടെ ഇറങ്ങുമായിരുന്നു. ഇപ്പം നല്ല വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു. നമ്മളങ്ങനെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഈ ചെക്ക് പോസ്റ്റ് താണ്ടിയാൽ നമ്മൾ തമിഴ്നാടുമായി. കേരളത്തിലോട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ ഏകദേശം എത്തിയപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും എടുത്താണ്. അതിന് മെയിൻ കാരണം നമ്മൾ ബൈക്കിലാണ് പോയത്. നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞായിരുന്നു. അപ്പം ബൈക്ക് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് എത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ, അത്രയും ദൂരം നമ്മൾ ഇത്രയും സമയം ബൈക്കിലിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ മൂടൊക്കെ തരിച്ച് പൊട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങി. നമ്മൾ വളരെ പതിയെയാണ് യാത്ര പോയത്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ സ്ഥലങ്ങൾ. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങി ഒരുപാട് നേരം നിൽക്കുന്നതിൽ ഒരു കുറവുമില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പറ്റുന്നുള്ളവരൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ചുമ്മാ നമ്മൾ ഈ വണ്ടിയിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ മതി നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരാൻ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കണം. ഒരു ട്രെയിൻ ഇപ്പം തന്നെ പോകുമെന്നും പറഞ്ഞ് നമ്മളൊരു 10-15 മിനിറ്റോളം അവിടെ നിന്നു. ഒരുപാട് സമയം നിന്നപ്പോഴാണ് സംഭവം കക്ഷി എത്തിയത്. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് അത് കാണാൻ നിന്നത്. പക്ഷേ ഭയങ്കര കുഞ്ഞ് എഞ്ചിനാണ് പോയത് കേട്ടോ. പിന്നെ അവിടുത്തെ മാവിൻ്റെ പ്രത്യേകത കണ്ടോ, മൂട്ടിലാണ് നിന്ന് അതിൻ്റെ ശിഖരമൊക്കെ പോയിരിക്കുന്നത്. കയറി നിന്ന് പറിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഇവിടുത്തെ മാവാണെങ്കിൽ കൊന്ന തെങ്ങൂലെയാണ് നിൽക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. എത്താറായ സമയത്ത് നമ്മുടെ വഴിയൊക്കെ തെറ്റിപ്പോയി കേട്ടോ. കണ്ടോ, നമ്മുടെ പുഷ്പയുടെ ആ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് അവിടെ കയറാനുള്ള ബൈക്കിലാണെങ്കിൽ ഒരു 20 രൂപയാണ് പാസിന്. പിന്നെ കാറൊക്കെയാണ് കൊണ്ടുവരണമെങ്കിൽ 50 രൂപയാണ്. അത് മാത്രമേ ചിലവ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും. അപ്പോൾ നമ്മൾ ആ കയറി പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എല്ലായിടത്തും വണ്ടി നിർത്തി ഒരുപാട് സമയം നിന്ന്
ആ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടാണ് ഈ ട്രാവൽ ചെയ്യുന്ന വഴിയൊക്കെ. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങി കേട്ടോ. ഇവിടെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കയറി ചെന്ന് ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി. ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടക്കില്ല കേട്ടോ, ഭയങ്കര കാറ്റ്. ഇവിടെ നിന്നപ്പോഴേ കാറ്റ്. അപ്പോൾ ആ കോവിൽ പോകുമ്പോൾ അവസ്ഥയോ രക്ഷയില്ലാത്ത കാറ്റ്. ഇവിടെ ഭയങ്കര കാറ്റ്. അമ്പാടി നമ്മൾ ഫ്രീക്കനാക്കിയിട്ടുണ്ട്. അമ്പാടിക്ക് അമ്മാമ്മ എടുത്ത ഓണക്കോടിയാണ് അല്ലേ? ഇവിടെ ഒരു ഡാം ആണെന്നുണ്ട്, അതാണ് അവൻ പറയുന്നത്. എന്തോ പ്രത്യേക തരം കാറ്റ് വീശും പോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തോ ശക്തി ഉള്ളതുപോലെ. ഞാൻ ആ മുടിയൊക്കെ എൻ്റെ പറന്നു പോകുന്നത് അതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ്. ഭയങ്കര ബോറാണ്. മുടി മാത്രമല്ല, നമ്മൾ ഡ്രസ്സ് നമ്മൾ വരെ പറന്നു പോകുന്ന അത്രയ്ക്ക് വലിയ കാറ്റാണ്. ഞാൻ അവിടെ ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നപ്പം ഇങ്ങനെ എൻ്റെ ബോഡി ഇങ്ങനെ ചലിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്ക് കാറ്റുണ്ട്. അപ്പം കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോകണവർ വളരെ സൂക്ഷിക്കണം കേട്ടോ. മാത്രമല്ല, പോകുമ്പോൾ എല്ലാവരും കാറിൽ പോകാൻ മാക്സിമം നോക്കുക. എത്രയും ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ചു വന്ന വഴിക്കൊക്കെ ഭയങ്കര വെയിലായിരുന്നു. പോകുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാം, പക്ഷേ ഈ വെയിൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അതും തമിഴ്നാട്ടിലെ വെയിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഈ കേരളം ബോർഡർ കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പൊക്കെ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരുപാട് റീൽസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ മുഖമൊക്കെ കരുവാളിച്ചു പോയി കേട്ടോ. അത്രയ്ക്ക് വെയിൽ ഞാൻ കൊണ്ടിട്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, അമ്പുടു ചേട്ടൻ എല്ലാവരും. ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. നമ്മുടെ അല്ലു അർജുൻ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ രശ്മിക ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്ഥലം. നമ്മൾ നേരെ അതിൻ്റെ ഇടവഴി കൂടെ അവിടെ നിന്ന് തന്നെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നേരെ പോയി ഇവിടെയാണ് നിന്നത്. ചേട്ടനാണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ട് ചുറ്റും കാണാൻ വരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ചേട്ടൻ ഇവിടെ ഒരു സീറ്റ് പിടിച്ച് അവിടെ തന്നെ അങ്ങ് ഇരിപ്പായി കേട്ടോ. പിന്നെ അമ്പുടവും ഭയങ്കര ഓട്ടമായിരുന്നു. അവന് ഓടിക്കളിക്കാൻ നല്ല സ്പേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ നല്ലപോലെ ഓടിക്കളിച്ചു. അവൻ ഇവിടെ എത്തിയപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. കാരണം അവന് ബൈക്കിലിരുന്ന് അവനും വട്ടായി. അപ്പോൾ അവനും ഒരുപാട് നേരം കളിച്ചു. ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പതിയെ പോയി കോവിലൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇവരെ രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എവനെയും കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പം ചേട്ടനെ അവനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്നും പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുടിയൊക്കെ വാരി ചുറ്റി കെട്ടി വെച്ചു കേട്ടോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആലോചിച്ചുകൊണ്ട് പോയത് പുഷ്പയിലെ ആ സീൻസൊക്കെ വെച്ച് എനിക്ക് റീൽസൊക്കെ ചെയ്യണമെന്നാണ്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അമ്പാടിയെ പിടിക്കാൻ ചേട്ടന് നടന്ന് ഞാൻ ഒറ്റയ്ക്കാണ് റീൽസൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ അമ്പലം ഒന്ന് ചുറ്റിക്കറയും കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴാണ് ആ അല്ലു അർജുൻ നിൽക്കുന്ന ആ സ്ഥലമൊക്കെ നേരെ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് ഞാൻ ഇപ്പം വരുന്നത്. അപ്പോൾ നേരെ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. കടയുടെ അടുത്താണ് ഈ ഒരു ആൽമരവും ആ ഒരു കടയും. അതിലൊരു പൂക്കടയായിട്ടാണ് ഈ ഒരു പ്ലേസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൽമരമൊക്കെ ഭയങ്കര തണലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആ സ്റ്റെപ്പ് കയറിയാണ് വരുന്നത്. നമ്മൾ വണ്ടിയിലാണ് നേരെ കയറി വന്നത്. സ്റ്റെപ്പ് കയറി വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. എത്രയോ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്തായാലും ബാഗുണ്ട്, അമ്പാടിയുണ്ട്, എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബൈക്കിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴെ കാണുന്നതാണ് ആ സോങ്ങിൽ അല്ലു ഒരു പാറയിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന കാണുന്നത്. ഈ ഒരു പാറയാണ് കേട്ടോ. ഈ പാറയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് അമ്പലം കാണാൻ പറ്റും. അപ്പോൾ ആ പാട്ടൊന്നും ഞാൻ ഇവിടെ പാടി കൊളാക്കുന്നില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ പോയിൻറ്റും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. രശ്മിക നടന്ന് കയറി വരുന്നൊരു സ്റ്റെപ്പ് കാണിക്കുമല്ലോ, അത് ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് വഴിയല്ല നമ്മൾ കയറി വരുന്നത്. അത് ആദ്യം ഞാൻ കാണിച്ച നമ്മൾ കയറി വന്ന ആ സ്റ്റെപ്പ് വഴിയാണ് കയറി വരുന്നത് കേട്ടോ. ഇതെങ്ങോട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാനും പേടിയായിരുന്നു.
സൈഡിലോട്ട് വന്നപ്പോൾ എനിക്ക് അധികം കാറ്റ് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പുറത്ത് ചേട്ടനൊക്കെ ഇരിക്കുന്ന ആ സൈഡാണെങ്കിൽ ഭയങ്കര കാറ്റ് തന്നെയാണ്. ഇവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവരുടെ അടുത്തോട്ട് പോയപ്പോൾ കുറച്ച് താമസിച്ചു കേട്ടോ. ഈ ഒരു പീക്കോക്കിനെ ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ചില വീഡിയോസിലൊക്കെ ഇത് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് കാണിക്കണ കാണാം. പിന്നെ നമ്മൾ നടന്ന് കറങ്ങി വരുന്ന സ്ഥലത്ത് ഈ ഒരു കുളമുണ്ട് കേട്ടോ. ഈ കുളത്തിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഞാൻ ആരും ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല. അത് ഇറങ്ങാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ സൈഡിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ വരുമ്പോൾ നമ്മളെ ചേട്ടൻ ഇരിക്കുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ കോവിൽ ഫുള്ള് കേട്ടോ കാണാൻ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് ഭംഗിയാണല്ലോ കോവിൽ കാണാൻ. കോവിൽ നമ്മൾ വീഡിയോസിൽ എത്ര കണ്ടാലും നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിൻ്റെ അത്ര ബ്യൂട്ടിഫുൾ ആകില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസ്ക്രീം കുടിക്കാൻ കരുതി. പോറൊന്നുമില്ല, 1 2 3 ഉള്ളൂ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്ന് ഐസ്ക്രീമാണ് കുടിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് അമ്പുടൂനൊരു സ്ഥലത്ത് നിർത്തി നമ്മൾ ഫുഡ് കൊടുത്ത്. പിന്നെ അവിടുത്തെ വെയിലും കാറ്റും സഹിക്കാൻ വയ്യാതെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ വെയിലൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടനും ഒക്കെ നന്നായിട്ട് കരിഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ റോസ്മല പോണ വഴിയിൽ വന്നിരിക്കുകയാണ്. അമ്പുടം ഇറങ്ങി നമുക്ക് നല്ല ക്ഷീണം, അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബായ്. വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.